ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഗൾഫ് സാലറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് gulfsalary.com എങ്ങനെയാണ് നമ്മുടെ CV ഷെയർ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, 1 ക്ലിക്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ gulfsalary.com എന്നോ അല്ലെങ്കിൽ ഗൾഫ് സാലറി എന്നോ ടൈപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് ആദ്യമേ വരുന്നത് ഈ ഒരു പേജ് ആയിരിക്കും. gulfsalary.com എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഹോം പേജിൽ നോക്കാം. ഗൾഫ് കൺട്രീസിൽ ജോബ് സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ അതിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഹയറിംഗ് കമ്പനീസ്, ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ് ഓപ്പണിങ്സ് ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ കമ്പനി അനുസരിച്ചിട്ട് കയറി നോക്കാം അവരുടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് എന്തൊക്കെയാണ്. അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബിൽ അതിൽ കയറി ഡയറക്റ്റ് ആയിട്ട് അവരുടെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രി വൈസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം വോക്ക് ഇൻ ഇൻ്റർവ്യൂ, ബാങ്കിങ് സെക്ഷനിൽ, ഫിനാൻസ് സെക്ഷനിൽ, ഇപ്പം താഴെ കൺസ്ട്രക്ഷൻ, ഹോട്ടൽസ്, അതുപോലെ ഇൻഡസ്ട്രി വൈസ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ഇതൊന്നും പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെ നോർമലി നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഒരു ഇൻഡീഡോ അല്ലെങ്കിൽ ഡുബിസിലോ പോലത്തെ ഒരു സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഗൾഫ് സാലറി മെയിൻലി യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ റെസ്യൂമെ ഷെയർ ചെയ്യുന്നതാണ്. അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് വിസിറ്റിംഗ് വിസക്കാർക്കാണ്. ഒരു ഫ്രഷർ എന്ന നിലയിൽ UAE വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അവർക്കൊരു ഇൻ്റർവ്യൂ പോലും കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് കോൾസൊക്കെ കിട്ടുക, ഇൻ്റർവ്യൂ കിട്ടുക, നമ്മുടെ പെർഫോമൻസ് നമുക്ക് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എങ്കിലും നമുക്കൊരു അവൈൽ ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗൾഫ് സാലറിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അതിൽ ഓപ്ഷൻസിൽ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചൂസ് ചെയ്യുക. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമുക്ക് ഗൾഫ് സാലറിക്ക് വേണ്ട ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. CV ഡോക്യുമെൻറ്റ് ഫോമിലുള്ളതോ അല്ലെങ്കിൽ PDF-ലുള്ളതോ ഒരു CV അപ്ലോഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എന്താണ് ക്വാളിഫിക്കേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ്, അതുപോലെ പിന്നെ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റാച്ച് ചെയ്യുക. പിന്നീട് നമ്മുടെ ലിസ്റ്റ് ഓഫ് പ്രൊഫഷൻസ്, നമുക്ക് ഏത് പ്രൊഫഷനാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യുക അതിൻ്റെ താഴെ. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഫോൺ നമ്പർ, പിന്നീടുള്ളത് നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ലൊക്കേഷനിലെ ഓപ്ഷൻസ് കാണിക്കുക. ഗൾഫ് കൺട്രീസാണ് മെയിൻലി ഫസ്റ്റ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ UAE-യിലുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യുക. പിന്നീട് ജെൻഡർ, നാഷണാലിറ്റി, അത് കഴിഞ്ഞ് വിസ ടൈപ്പ് ഉണ്ട്. വിസ ടൈപ്പിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ വിസ സ്റ്റാറ്റസ്, ഒന്നെങ്കിൽ വിസിറ്റിംഗ് വിസ, റെസിഡൻസ് വിസ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ, ഒക്കെ എല്ലാ വിസ സ്റ്റാറ്റസും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് വിസ സ്റ്റാറ്റസിലാണ് നമ്മളുള്ളത് അതവിടെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വിസിറ്റിംഗ് വിസ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വിസയുടെ വാലിഡിറ്റി എത്ര മാസം ഉണ്ടെന്നുള്ളത് കൊടുക്കുക. അതേസമയം എംപ്ലോയ്മെൻറ്റ് വിസയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയാണ് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് എന്നുള്ള ആ സെക്ഷനിൽ ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ്, വർക്ക് എക്സ്പീരിയൻസ് എത്രയാണ്, നമ്മുടെ ഒരു കവർ ലെറ്ററും അതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സ്ഥലത്താണ് ജോബ് നോക്കാൻ പ്രിഫർ ചെയ്യുന്നതെന്നുള്ള സ്ഥലം ചൂസ് ചെയ്യുക. അതിൽ ഓപ്ഷൻസ് ഉണ്ട്: ദുബായ്, അബുദാബി, ഷാർജ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് അത് ചൂസ് ചെയ്യുക. ഓർഡർ അനുസരിച്ച് ആവശ്യമില്ല, അവർ മീൻസ് 1 by 1 ആയിട്ട് ചൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിയിൽ സെലക്ട് ഇൻഡസ്ട്രീസ്, നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ജോബ് അപ്ലൈ ചെയ്യേണ്ടത് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്കിയ സമയത്ത് എല്ലാ ഇൻഡസ്ട്രീസും നമുക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങളുടെ ഓരോ ഫീൽഡ് അനുസരിച്ചിട്ട് നോക്കാം. എങ്കിലും നമുക്ക് നമ്മുടെ പൊസിഷൻ, ഇപ്പോൾ അഡ്മിൻ, അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസും നമുക്കതിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് മാറാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പം ചെയ്യുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് അവിടെ കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു കമ്പനിയിലേക്ക് നിങ്ങളുടെ CV ഷെയർ ചെയ്ത് കൊടുക്കില്ല. പിന്നീടുള്ള ഓപ്ഷൻ നിങ്ങൾ എന്തൊക്കെ കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ജോബ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പൊസിഷൻസ് ഒക്കെയാണ് നോക്കേണ്ടത്. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് അടിയിൽ വരും. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും.
അതിൻ്റെ താഴെ വേറൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ കവർ ലെറ്റർ ഗൾഫ് സാലറിയിലുള്ള ടീം തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അത് ടിക്ക് ചെയ്ത് വെച്ചേക്കുക. അവർ തന്നെ എഡിറ്റ് ചെയ്ത് അവർ തന്നെ നമ്മുടെ റെസ്യൂമെ ഷെയർ ചെയ്തോളും. പിന്നീട് താഴെ അപ്ലൈ ഫോർ ജോബ്സ് ഫ്രം ട്രസ്റ്റഡ് കമ്പനീസ് ആൻഡ് റിക്രൂട്ടേഴ്സ്, അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് അപ്ലൈ ഫ്രം ജോബ്സ് ഫ്രം പബ്ലിക് ജോബ് ബോർഡ്സ് ആൻഡ് അതർ സോഴ്സസ്, അതെല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് താഴെ കൊടുത്തിരിക്കുന്നതാണ് പ്രീമിയം ടു. ഇതാണ് നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ആകുന്നത് ഗൾഫ് സാലറിയിൽ, അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത, അതായത് നമുക്ക് ഇന്ന ജോബ്സ് നമുക്ക് വേണ്ട, അതായത് നമ്മൾ നോക്കുന്നതിൽ നമുക്ക് ഫീമെയിൽ പൊസിഷൻ വേണ്ട, അല്ലെങ്കിൽ മെയിൽ പൊസിഷൻസ് വേണ്ട, അറബിക് സ്പീക്കേഴ്സിനെ നോക്കുന്ന പൊസിഷൻസ് ആണെങ്കിൽ അത് വേണ്ട എന്നുള്ളത്, അതെല്ലാം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബേസ്ഡ്, അതെല്ലാം അൺടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ ഡാറ്റ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്ഷൻസിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, മൈ റെസ്യൂമെ. ആ മൈ റെസ്യൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇതിൽ നമ്മുടെ പേജാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ഇൻ 1 ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നേരെ നിങ്ങൾ പോകുന്നത് പേയ്മെൻറ്റ് സെക്ഷനിലേക്കായിരിക്കും. പക്ഷേ ഈ പേയ്മെൻറ്റ് സെക്ഷൻ ആദ്യമേ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് കാണണം എന്ന് വരില്ല, കുറച്ച് ദിവസമൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ വിസിറ്റിങ്ങിന് വന്നിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യുക. അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാൻ പറയാം. അപ്പോൾ നമ്മൾ വരുന്ന സമയത്തേക്കും കറക്റ്റ് പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും. അതിന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഗൾഫ് സാലറിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കാണിക്കുന്ന പേജ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് റെസ്യൂമെ എന്നുള്ള ഓപ്ഷനാണ്. അതായത് ആൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസാണ്. അപ്പം പുള്ളിക്കാരൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം നമുക്കവിടെ കാണാൻ പറ്റും കോട്ട ഫോർ ജോബ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോട്ട കിട്ടിയിട്ടുണ്ടാകും. അതിൽ എത്രയാണ് നമുക്ക് ആ കോട്ട ലഭിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം മിച്ചം എത്രയാണ് നമുക്ക് ഇനി കോട്ട റിമൈനിങ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര ജോബ്സിന് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈഡ് ജോബ്സ് 652 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്കിനി ഇപ്പോൾ റിമൈനിങ് കോട്ടാസ് ഒന്നുമില്ല, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കോട്ട ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നിങ്ങളിതിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളിതിൽ കയറി നോക്കുമ്പം അപ്ലൈ ഇൻ 1 ക്ലിക്ക് എന്നുള്ള ഓപ്ഷനിൽ നോക്കുമ്പോൾ പേയ്മെൻറ്റ് സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്പാലിൽ കൂടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണ് കോട്ട ആവശ്യമുള്ളത് അതിന് അനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ അപ്ലൈ ഇൻ 1 ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിൽ ക്യാൻസൽ ആക്ടിവേഷൻ ഉണ്ട്, പോസ്റ്റ്പോൺ ആക്ടിവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൽ വിസിറ്റിംഗ് വിസക്കാർക്ക് പ്രയോറിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിതിപ്പം നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഓരോ ക്യൂ അനുസരിച്ചിട്ടാണ്, ചിലരുടെ ഭാഗ്യം അനുസരിച്ച് ഇത് നേരത്തെ തന്നെ ആക്ടിവേറ്റ് ആകും. ചിലർ പിന്നെ ഒരു മിനിമം ഒരു ചിലപ്പം 1 വീക്ക് 2 വീക്സ് ഒക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ദിവസം കയറുമ്പോഴും നമുക്കത് കാണാം നമ്മൾ എത്ര ക്യാൻഡിഡേറ്റ്സിന് പുറകിലാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ക്യാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇതാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആകും. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ സ്ക്രീനിൽ കയറുമ്പോൾ ഈ അപ്ലൈ ഇൻ 1 ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കയറുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗൾഫ് സാലറി ടീം നമ്മുടെ റെസ്യൂമെ പല കമ്പനികളിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒന്നും കൂടെയൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക, കറക്റ്റാണോ നോക്കുക. അപ്പം നിങ്ങൾക്കിത് ഷെയർ ചെയ്തതിന് ശേഷം മീൻസ് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയതിനു ശേഷം നമുക്കപ്പോൾ തന്നെ മനസ്സിലാകും. കാരണം നമുക്ക് അന്ന് തൊട്ട് തന്നെ ഇൻ്റർവ്യൂ കോൾസ് കിട്ടാൻ തുടങ്ങുന്നതായിരിക്കും. ഇൻ്റർവ്യൂ കോൾസായിട്ടും ഇമെയിൽസ് ആയിട്ടും ഒക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച്, ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണിത്. നല്ലൊരു എന്താ പറയുക, ഒരു ഇൻഡീഡിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരു 100 ദിർഹം നമുക്ക് മുടക്കുകയാണെങ്കിൽ ഇതിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ആക്ടിവേറ്റ് ആകുന്നത് അന്ന് നമ്മുടെ റെസ്യൂമെ ഷെയർ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരുപാട് കമ്പനികളിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനൊക്കെയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുകയെന്ന് പറയുന്നത്, കാരണം ഒരു 100 ദിർഹം കൊടുത്ത് നിങ്ങൾ വരുമ്പോഴേ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നാട്ടിലാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെയുള്ള ഫ്രണ്ട്സിനോട് പേയ്പാലിൽ പേയ്മെൻറ്റും ചെയ്യാൻ പറയുക.
പേയ്മെൻറ്റ് വരാനുള്ള സെക്ഷൻ വരാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 1 to 2 വീക്സ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടാൻ വേണ്ടിയിട്ടും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ UAEയിൽ ഇപ്പം ജോബ് സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ലൊരു ജോലി എല്ലാവർക്കും വേഗം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.